വരവൂർ പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രത്തിലേക്കുള്ള പൊതുവഴി അടച്ചുകെട്ടിയതിനെതിരെ നടപടി സ്വീകരിക്കാത്തതിലും സ്വകാര്യ അറവു മാലിന്യ പ്ലാന്റിലേക്ക് അനധികൃതമായി മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാത്തതിലും പ്രതിഷേധിച്ച് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വരവൂർ പഞ്ചായത്തിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ച് പാക്ക് ചെയ്യുന്ന മിനി MCF RRF യൂണിറ്റുകൾ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിലേക്കുള്ള റോഡാണ് 3 ദിവസം മുൻപ് രാത്രിയിൽ അടച്ചുകെട്ടിയത്. കോഴിയറവ് മാലിന്യങ്ങൾ സംഭരിച്ച് മറ്റു വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന അർബൻ വിങ്സ് ചിക്കൻ റെന്റിംഗ് പ്ലാന്റ് ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനെതിരെ പ്രദേശത്ത് പ്രതിഷേധം നടക്കുന്നുണ്ട്. വഴി അടച്ചുകെട്ടിയതോടെ പ്ലാസ്റ്റിക് ശേഖരണം മുടങ്ങുകയും ശേഖരിച്ചവ വഴിയരികിൽ കെട്ടിക്കിടക്കുകയുമാണ്. ഈ സാഹചര്യത്തിലാണ് വേലി പൊളിച്ചു നീക്കി വഴി സഞ്ചാരയോഗ്യമാക്കാൻ നടപടിയും സംരക്ഷണവും വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയത്. എന്നാൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടിയുണ്ടായില്ല. ഇതിനെ തുടർന്നാണ് പ്രസിഡന്റ് PP സുനിത, വൈസ് പ്രസിഡന്റ് KK ബാബു, സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദ, വിമല പ്രഹ്ലാദൻ, P ഹിദായത്തുള്ള, മെമ്പർമാരായ VK സൈദുമാധവൻ, VT സജീഷ് എന്നിവർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പ്രതിഷേധിച്ചത്. 3 ദിവസമായി അടച്ചു കെട്ടിയിട്ട് അതിനെതിരെ ഗ്രാമപഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വീണ്ടും പോലീസിനെ സമീപിച്ചുകൊണ്ട് ആ വഴി ഗ്രാമപഞ്ചായത്തിന്റെ പ്രത്യേകിച്ച് റിക്കവറി സെന്റർ അവിടെ ഉള്ളതിനാൽ നമ്മുടെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ദൈനംദിനം ആ റോഡുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. വീടുകളിൽ നിന്ന് കളക്ഷൻ ചെയ്യുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ റോഡിൽ കിടക്കുകയാണ്. നമ്മൾ നീക്കം ചെയ്യുന്നതിന് പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവിടെ നമ്മൾ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നപ്പോൾ പോലീസ് വീണ്ടും പറയുന്നത് സംരക്ഷണം വേണം പറഞ്ഞുകൊണ്ടുള്ള അപേക്ഷ വീണ്ടും വെക്കാനാണ് ആവശ്യപ്പെട്ടത്. അതിനെതിരെയാണ് ഞങ്ങൾ ഇവിടെ പ്രതിഷേധിച്ചത്. നടപടി സ്വീകരിക്കാമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. അറവ് മാലിന്യ സംഭരണ കേന്ദ്രത്തിലേക്ക് കോഴി മാലിന്യം കയറ്റി വന്ന വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുവാൻ ആവശ്യമുന്നയിച്ചും പഞ്ചായത്ത് പരാതി നൽകിയിട്ടുണ്ട്. 3 വാഹനങ്ങളിൽ ഒരെണ്ണം മാത്രമാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. മറ്റ് 2 വാഹനങ്ങൾ കൂടി ഉടനെ പിടികൂടിയില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധ സമരം നടത്തുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി.